ഈ വീഡിയോയിൽ നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. there are 100 beads black and white in a box. ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകൾ, ചെറിയ ചെറിയ മുത്തുകൾ തന്നെ അർത്ഥമുള്ളൂ. അപ്പോൾ ആ ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. കളർ, ആ ബീഡിൻ്റെ കളർ എന്ന് പറയുന്നത് വെള്ളയുണ്ട്, കറുപ്പുണ്ട്. 10 more black than white. വെള്ള മുത്തിനേക്കാളും 10 കറുപ്പ മുത്ത് ആ ബോക്സിൽ കൂടുതലാണ്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്സ്. അങ്ങനെയെങ്കിൽ കറുത്ത മുത്ത് എത്ര എണ്ണം, വെളുത്ത മുത്ത് എത്ര എണ്ണം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എന്ന് പറഞ്ഞത് എത്ര ബീഡ്സ് ആണ് അല്ലെങ്കിൽ എത്ര മുത്തുകളാണ് ആ ബോക്സിലുള്ളത്? 100. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 100 ബീഡ്സ് ആണ് അതിലുള്ളത്. ഇനി വെള്ളമുത്തിനേക്കാളും 10 കറുപ്പ മുത്തുകൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബീഡ്സിനെ നമ്മൾ എക്സ് ആക്കി എടുക്കേണ്ടത്. അതായത് ബ്ലാക്ക് ബീഡ്സ് ആണ് ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത്, അല്ലേ? ബ്ലാക്ക് ബീഡ്സ് ആണ് വെള്ള ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതൽ. അപ്പോൾ അതിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ഇനി വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീഡ്സിനേക്കാളും 10 എണ്ണം കുറവാണ്, അല്ലേ? ബ്ലാക്ക് 10 എണ്ണം കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള എത്ര എണ്ണം? 10 എണ്ണം കുറവ്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 10. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ബീഡ്സ് 100 ആണ് കിട്ടും. സാധാരണ മാത്സിൽ എക്സ് വൈ സെഡ് എന്നീ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അൺനോൺ, അറിയാത്ത ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറിയാത്ത ഒരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എ ടു സെഡ് വരെയുള്ള ഏത് വേരിയബിൾ എടുക്കാം, പക്ഷെ നമ്മൾ സാധാരണ എക്സ് വൈ സെഡിലാണ് അത് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബീഡ് നമ്മൾ അറിയുന്നില്ല, വൈറ്റ് ബീഡ് എത്തണമെന്ന് അറിയുന്നില്ല. എന്നാൽ ബ്ലാക്ക് ബീഡ് ഇവിടെ കൂടുതലാണെന്ന് പറഞ്ഞതോടുകൂടി ബ്ലാക്ക് ബീഡിനെ നമ്മൾ എക്സ് ആക്കിയിട്ടും വൈറ്റ് ബീഡിനെ നമ്മൾ എക്സ് മൈനസ് 10 ആക്കി എടുക്കാം. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബീഡിനെ ഇവിടെ എക്സ് ആക്കി എടുക്കാം, കുഴപ്പമില്ല. വൈറ്റ് ബീഡ്സിനെ എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് ബീഡ്സിനെ എന്താക്കി എടുക്കണം? എക്സ് പ്ലസ് 10 ആക്കി എടുക്കണം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു കാര്യം അവിടെ, ആ ഒരു അർത്ഥം ക്ലിയർ ആവണമെന്നേ ഉള്ളൂ. രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ബ്ലാക്ക് ബീഡ് എക്സ് ആണെങ്കിൽ വൈറ്റ് ബീഡ് എന്ന് പറഞ്ഞത് ബ്ലാക്ക് ബീഡിനേക്കാളും 10 എണ്ണം കുറവ്, അപ്പോൾ എക്സ് മൈനസ് 10. ഇനി വൈറ്റ് ബീഡിനെ നിങ്ങൾ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ബീഡ് എന്ന് പറഞ്ഞത് വൈറ്റ് ബീഡിനേക്കാളും 10 എണ്ണം കൂടുതൽ, അപ്പോൾ ബ്ലാക്ക് ബീഡ് എന്ന് പറഞ്ഞത് എക്സ് പ്ലസ് 10. ഈ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയുള്ള മേലോട്ടേക്ക്, അതായത് 10 പ്ലസ് 1 പ്ലസ് 2 ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ചെയ്ത് പഠിക്കാവൂ. അപ്പം നമ്മളിപ്പോൾ ഒരു രീതിയിലെടുക്കാം. ബ്ലാക്ക് ബീഡ് എക്സ്, വൈറ്റ് ബീഡ് എക്സ് മൈനസ് 10. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 എണ്ണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് എത്രയാണ്? 100. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആ ബോക്സിലുള്ള 100 ബീഡ്സ് നമുക്ക് കിട്ടും. ഇത് നമ്മളെങ്ങനെ ചെയ്യും? വേരിയബിൾസിനെ ഒരുമിച്ച് ചെയ്യണം, നമ്പേഴ്സിനെ ഒരുമിച്ച് ചെയ്യണം. ഈ എക്സ് വെറും വൈ ആണ് നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ വെറും പി ആണ് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് 1 എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ വെറും 2p ആണെങ്കിൽ പിയുടെ അപ്പുറത്ത് 2 ഉണ്ടെന്ന് വയ്ക്കാം. വെറും പി ആണ് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് 1 എന്ന് പറഞ്ഞ നമ്പറേ ഉള്ളൂ. അപ്പോൾ 1p പ്ലസ് 1p അല്ലെങ്കിൽ 1z പ്ലസ് 1z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ z പ്ലസ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അതായത് 2z എന്നേ അർത്ഥമുള്ളൂ. അതേപോലെ തന്നെ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് 1 എന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ 2x മൈനസ് 10 ഈസ് ഈക്വൽ ടു 100. ഇനി 2x മൈനസ് 10 ഈസ് ഈക്വൽ ടു 100 ആണെങ്കിൽ ഈ 2xനെ ഇവിടെ നിർത്തിയിട്ട് ഈ 10നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അതായത് 2x ഈസ് ഈക്വൽ ടു 100 ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ മൈനസ് 10നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 10 ആയിട്ട് മാറും. അതൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് മൈനസ് 10 ആണ് കൊണ്ടുപോകണമെങ്കിൽ അത് പ്ലസ് 10 ആയിട്ട് മാറും. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും, നേരെ റിവേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ 2x എന്ന് പറഞ്ഞത് നമുക്ക് 110 110 എന്ന് ആൻസർ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഈ 2നെ വീണ്ടും ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ 2 എന്ന് പറഞ്ഞത് ഇൻറ്റു 2 ആണെന്നാണ് അർത്ഥം. 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഈ 2ൻ്റെ ഇപ്പുറത്തും ഇൻറ്റു തന്നെയാണ് വരാം. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലായതുകൊണ്ട് ഇത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകണം. അതായത് ഡിവൈഡഡ് ബൈ 2. ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും സൈൻ മാറാണ്. ഇവിടെ ഇൻറ്റു 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 55 വെട്ടി ചെറുതാക്കുമ്പോൾ 55 എന്ന് കിട്ടും നമുക്ക് 2ൻ്റെ ടേബിളിൽ.
അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് ആണ് ഇവിടെ 55 ആയിട്ട് കിട്ടിയേക്കുന്നത് അല്ലേ. നമുക്ക് ബ്ലാക്ക് ബീഡ്സ് ആണ് ഇവിടെ എക്സ്, അതിവിടെ തന്നു. ബ്ലാക്ക് ബീഡ്സ് നമുക്ക് 55 വന്ന് കിട്ടി. ഇനി വൈറ്റ് ബീഡ്സ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സ് -10, ബ്ലാക്കിനേക്കാളും 10 കുറവ്, അതായത് 55 -10 45. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് എത്രയെന്ന് കിട്ടി, വൈറ്റ് ബീഡ്സ് എത്രയെന്ന് കിട്ടി. ഇനി ഒരു രീതിയും കൂടി നമുക്ക് ചെയ്യാം. ബ്ലാക്ക് ബീഡ്സിനെ x+10 ആക്കിയിട്ടും വൈറ്റ് ബീഡ്സിനെ എക്സ് ആക്കിയിട്ടും നമുക്ക് ചെയ്യാം. അതിൻ്റെ കോൺസെപ്റ്റ് മാറരുതെന്നേ ഉള്ളൂ. 10 കുറവ് 10 കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇടണം, അത്രയേ ഉള്ളൂ. ഇതിൽ കാര്യങ്ങൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അടുത്ത ആളുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നോക്കി, നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ ₹1100. പ്രിയ 2 കാര്യങ്ങൾ 1100 രൂപയ്ക്ക് മേടിച്ചു. ഏതൊക്കെയാണ്? ബാഗും മേടിച്ചു, അതുപോലെ തന്നെ സ്ലിപ്പേഴ്സും മേടിച്ചു. ദ ബാഗ് കോസ്റ്റ് ₹300 മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് പ്രിയ ബാഗ് മേടിച്ചത്. അപ്പോൾ ഇവിടെ കൂടുതൽ പൈസ ചിലവാക്കിയിരിക്കുന്നത് ബാഗിന് വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ബാഗ്? അങ്ങനെയെങ്കിൽ പ്രിയ എത്ര കാശിനാണ് ബാഗ് മേടിച്ചത്, എത്ര കാശിനാണ് സ്ലിപ്പേഴ്സ് മേടിച്ചത്, രണ്ടുമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോട്ടൽ രൂപ പ്രിയ ചിലവാക്കിയേക്കുന്നത് എത്ര രൂപയാണ്? 1100 രൂപ. ഇനി ബാഗും മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ലിപ്പേഴ്സും മേടിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 300 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ബാഗ് മേടിച്ചത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പേഴ്സിനെ എക്സ് ആക്കി എടുക്കാം, എന്നിട്ട് ബാഗിനെ x+300 ആക്കി എടുക്കാം അല്ലേ. കറക്റ്റാണ്, സ്ലിപ്പേഴ്സിനേക്കാളും ബാഗിന് 300 രൂപ കൂടുതൽ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സ്ലിപ്പേഴ്സിനെ നമുക്ക് ബാഗിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. ഇവിടെ നമ്മൾ സ്ലിപ്പേഴ്സിന് എക്സ് ആക്കി എടുത്തു. ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ അവനെ കാണാപ്പാടം പഠിക്കണമെന്നില്ല, എങ്ങനെ രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും. ബാഗിനെ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞത് x-300, 300 രൂപ ബാഗിനേക്കാളും കുറവ് കൊടുത്തിട്ടാണ് പ്രിയ സ്ലിപ്പേഴ്സ് മേടിച്ചേക്കുന്നത്. അപ്പോൾ x-300 എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മോഡലിൽ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും സ്ലിപ്പേഴ്സിന് എക്സ് എടുത്തു, ബാഗിനെ x+300 എടുത്തു. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 1100 വരുന്നത്. നേരത്തെ ചെയ്ത അതേ മോഡലിൽ തന്നെ x+300 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 1100 കിട്ടി. ഇനി എക്സും എക്സും കൂട്ടുമ്പോൾ 2x കിട്ടും, +300 = 1100. ഇനി 300നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2xന് ഇവിടെ നിർത്തി, 1100 -300. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. 2x എന്ന് പറഞ്ഞത് 800 എന്ന് കിട്ടി. ഇനി എക്സ് എന്ന് പറഞ്ഞത് ഈ 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ × 2 നമ്മൾ പറഞ്ഞു, /2 ആയിട്ട് മാറും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ 400 ആണ് അല്ലേ. വെട്ടിക്കളയുമ്പോൾ 2ൻ്റെ ടേബിളിൽ വെട്ടിക്കളയുമ്പോൾ 400 എന്ന് കിട്ടി. ഇതൊക്കെ ചെയ്യാറിയാണ് കേട്ടോ. 2ൻ്റെ ടേബിളിൽ 4 ടൈംസ് 8 പോവുക. അപ്പോൾ 4 × 2 8, ബാക്കി 0, 400 കിട്ടി. അപ്പോൾ ഇവിടെ സ്ലിപ്പേഴ്സിൻ്റെ വാല്യൂ ആണ് എന്ത് കിട്ടിയേക്കുന്നത്? 400 അല്ലേ. സ്ലിപ്പേഴ്സിനാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാഗിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? x+300, അതായത് 400 + 300. എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 700. അതായിരിക്കും ബാഗിൻ്റെ വില. അപ്പോൾ സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. സ്ലിപ്പേഴ്സിന് 400 ആണെങ്കിൽ ബാഗിൻ്റെ വാല്യൂ എത്രയാണ്? 700. ഇങ്ങനെയാണ് കണക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കി, ദ സം ഓഫ് 2 numbers is 26 and their difference is 4. 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26 ആണ്. അതേപോലെ തന്നെ ആ നമ്പർ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. എന്നാൽ ആ നമ്പേഴ്സ് നമുക്കറിയില്ല, നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ 2 നമ്പറിനെ, ആദ്യത്തെ നമ്പറിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, സെക്കൻഡ് നമ്പർ y ആണ്. അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നമുക്ക് ആ 2 നമ്പർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പറിനെ എക്സ് ആക്കി എടുത്തു, രണ്ടാമത്തെ നമ്പറിനെ y ആക്കി എടുത്തു. ഇനി ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 26 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 1 ഇടാം. ഇനി ഇവ രണ്ടും തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 ആണ്. അത് ഇക്വേഷൻ നമ്പർ 2 ഇടാം. ഇനി ഈ 2 ഇക്വേഷൻ
പ്ലസ്സോ മൈനസോ ചെയ്തിട്ട് വേണം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ. എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു വേരിയബിൾ, അതായത് എക്സ് അല്ലെങ്കിൽ വൈ ഒരെണ്ണം ഇവിടെ ക്യാൻസലായി പോകണം. ഒരു വേരിയബിൾ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മളിവിടെ പ്ലസ് ചെയ്യാന്ന് വിചാരിക്കും, നമുക്ക് നേരിട്ട് പ്ലസ് ചെയ്യാം. അതായത് ഈ വൈയും അവിടെ ക്യാൻസലായി പോവും. അതായത് പ്ലസ് വൈയും മൈനസ് വൈ ആന്ന് വെക്കി. അപ്പോൾ നമുക്കറിയാം വൈ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് 1ഉം മൈനസ് 1ഉം തമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ഓർ മൈനസിൽ പ്ലസും ഒരു മൈനസും വരാണെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. ഇവിടെ ഓൾറെഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. പിന്നെ അതിൻ്റെ സൈനിൻ്റെ കാര്യം അവിടെ ചിന്തിക്കേ വേണ്ട. അപ്പോൾ പ്ലസ് ഓർ മൈനസിൽ ഒരു പ്ലസും ഒരു മൈനസും വരാണെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ +8ഉം -2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി ഏതാണ് സൈൻ കൊടുക്കുക? വലുതിൻ്റെ സൈനാണ് കൊടുക്കുക. അതായത് 6 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി -10ഉം +5 ആണെന്ന് വിചാരിക്കും. ഇത് മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. -5, അതായത് വലുതിൻ്റെ സൈൻ എന്ന് പറഞ്ഞത് 10ൻ്റെ സൈനാണ്. അപ്പോൾ ഇവിടെ -5 ആയിരിക്കും ആൻസർ. അതേപോലെ തന്നെ ഇവിടെ വൈയും ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ ഓൾറെഡി 2x വരും. 1x + 1x എന്ന് പറയുന്നത് 2x ആണ്. 2x = 30 എന്ന് വരും. ഇനി x എന്ന് പറഞ്ഞത് 30/2, അതായത് 15 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 15 ആണ്. ഇനി ഇത് ഏതിലെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് x + y = 26ലോ x - y = 4ലോ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ചെറിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് x - y എന്ന് പറയുന്നത് 4 ആണ്, ഇക്വേഷൻ നമ്പർ 2. ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 15 - y = 4. നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. -yയുടെ വാല്യൂ അല്ല, വൈയുടെ വാല്യൂ. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. 15 ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 ആയിട്ട് മാറും. ഈ വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ y ആയിട്ട് മാറും. അപ്പോൾ എത്ര കിട്ടും? 11 = y എന്ന് കിട്ടും. ഇനി മൈനസ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x + y = 26, അതായത് 15 + y = 26. y എന്ന് പറഞ്ഞത് 26, 15 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -15 ആവും. y = 11. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ ചെയ്താലും ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എക്സ് എന്ന് പറയുന്നത് 15ഉം, അതായത് ഫസ്റ്റ് നമ്പറാണ് എക്സ്, അത് 15 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 40 സെൻറ്റിമീറ്റർ. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. അതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ആ രണ്ട് സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ റെക്ടാങ്കിളുടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, രണ്ട് സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ റെക്ടാങ്കിളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ആയിട്ടാണ് വരാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സൈഡ് ലെങ്ത് ആയിട്ടും ഒരു സൈഡ് ബ്രെഡ്ത്ത് ആയിട്ടും നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് നമുക്കറിയില്ല, അപ്പം നമ്മളതിനെ എക്സ് എന്ന് വിളിച്ചു. ഇനി ലെങ്ത് ഓഫ് അനദർ സൈഡ്, ലെങ്ത് ഓഫ് അനദർ എത്രയാണ്? ഒന്ന് എക്സ് ആണ്, അടുത്തത് അതിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ x + 8. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ, നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ = 2 × l + b. ഇതൊക്കെ പഠിച്ചിരുന്നാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 2 × l + b ആണ്. അതായത് പെരിമീറ്റർ = 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. ഇനി ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഈ സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 40 = അല്ലെങ്കിൽ 2 × l + b എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എക്സ് ആണ്, അടുത്ത സൈഡ് ഇവിടെ x + 8 ആണ്. = പെരിമീറ്റർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 40. ഇങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാം. ഇനി x + x + 8 = 40. ഇവിടെ × 2 ആയതുകൊണ്ട് ഈ 2നെ നേരെ അടിയിലേക്ക് കൊണ്ടുവരും, ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ
എക്സ് പ്ലസ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. ഞാൻ ഇതിൽ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതറിയുന്നവരൊക്കെ ഇത് സ്കിപ്പ് ചെയ്ത് വെക്കോ. ഇനി എക്സും എത്രയാണ്? 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. ഇനി 2xനെ നമ്മളിവിടെ നിർത്തി. ഈ 8നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -8 ആയിട്ട് മാറും. 2x ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്യും? 12. ഈ ഇൻറ്റു 2നെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? ഒരു സൈഡ് 6 ആണ് അല്ലേ? അപ്പോൾ അടുത്ത സൈഡ് കാണാൻ എന്ത് ചെയ്യും? എക്സ് പ്ലസ് 8, അതായത് 6 പ്ലസ് 8 എത്ര വരും? 14. അപ്പോൾ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്ത സൈഡ് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ. ഇതായിരിക്കും ആ രണ്ട് സൈഡ്സ്. ഇനി നിങ്ങൾക്ക് ഈ 2വിനെ അടിയിലേക്ക് കൊണ്ടുവരാണ്ട്. ഇപ്പം നിങ്ങൾ ചിലർ വിചാരിക്കും ഈ സംഭവം നേരിട്ട് ചെയ്തുകൂടെയെന്ന്. അതായത് ഈ 2വിനെ ഓരോന്നിനും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് 2 രീതിയിലും പറഞ്ഞുതരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 2വിനെ ഓരോന്നിനും വെച്ചിട്ട് ഇൻറ്റു ചെയ്യാമെന്ന് വെക്കി. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 8 16 ഈസ് ഈക്വൽ ടു 40. ഇങ്ങനെയും ചെയ്യാം. 2 പ്ലസ് 2 4x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 40. ഇനി 4x ഈസ് ഈക്വൽ ടു ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 40 മൈനസ് 16. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു 40 മൈനസ് 60. 4x എന്ന് പറയുന്നത് എന്താണ്? 24. x ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോഴും 6 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 40നെ ബൈ 2 ഇട്ടിട്ട് നേരെ ചെയ്യാം, അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 18 ഇൻറ്റു 2 അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാം. നോക്കിയേ, എ വയർ 3.5 meters ലോങ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces. 3.5 മീറ്റർ നീളമുള്ള ഒരു ലോങ് വയർ രണ്ടാക്കി നമ്മൾ മുറിച്ചു. 3.5 മീറ്റർ എന്ന് പറയുമ്പോൾ 3.5 മീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരു പീസ് ബെൻഡ് ചെയ്ത് സ്ക്വയറും അടുത്ത പീസ് ബെൻഡ് ചെയ്തിട്ട് ഈക്വലേറ്റഡ് ട്രയാങ്കിളും നമ്മൾ ഉണ്ടാക്കി. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. അതായത് ഈ സ്ക്വയറിൻ്റെ ആയാലും ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ആയാലും ലെങ്ത് സെയിം ആയിരിക്കും. ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? അപ്പോൾ ഈ 2 ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, അടുത്തത് ഉപയോഗിച്ചിട്ട് ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഈച്ച് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതാണ് ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ലെങ്ത് ആയാലും ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ലെങ്ത് ആയാലും ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഒരു ലോങ് വയർ 2 പീസാക്കി മുറിച്ച് ഒന്ന് സ്ക്വയർ നിർമ്മിച്ചോ ഒന്ന് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ നിർമ്മിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാണ്? നമ്മൾ 4 ഇൻറ്റു സൈഡ് അല്ലേ? അതാണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈഡാക്കി നമ്മൾ എടുത്തേക്കുന്നത് എക്സ് ആണ്. അപ്പോൾ 4x. ഇനി പെരിമീറ്റർ ഓഫ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? 3 ഇൻറ്റു സൈഡ്, അതായത് 3x. കണ്ട, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് അഥവാ 4a എന്നൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ എക്സ് ആണ് നമ്മൾ സൈഡ്സിന് കൊടുത്തത് കൊണ്ട് എക്സ് ആക്കി എഴുതി. അതേപോലെ തന്നെ ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ 3 ഇൻറ്റു സൈഡ് അതായത് 3x എന്ന് എഴുതി. ഇനി ഈ 2 പെരിമീറ്ററും കൂടിയിട്ട് നമ്മൾ കൂട്ടുന്നത്, അതായത് ഈ 4xഉം 3xഉം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ആകെയുള്ള 3.5 മീറ്റർ കിട്ടുന്നത്, അതായത് 3.5 മീറ്റർ കിട്ടുന്നത്. അപ്പോൾ 4x പ്ലസ് 3x ഈസ് ഈക്വൽ ടു 3.5. അപ്പോൾ 7x 3x പ്ലസ് 4x എത്രയാണ്? 7x. 7x എന്ന് പറയുന്നത് 3.5 ആണ്. x എന്ന് പറയുന്നത് 3.5 ഡിവൈഡഡ് ബൈ 7. ഇതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? 7ൻ്റെ ടേബിളിൽ 35 എത്ര പ്രാവശ്യം പോവും? 5 ഇൻറ്റു 7 35. ഇവിടെ ആലോചിക്കുക, ഇതിന് റൈറ്റിൽ നിന്ന് നീക്കിയിട്ട് കുത്തിരുന്ന കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളൂ. അപ്പോൾ ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 0.5 ആയിരിക്കും ഇവിടുത്തെ മീറ്റർ എന്ന് പറയുന്നത്.
ഇവിടെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഇടണ്ട, അത് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. എത്ര സ്ഥാനം ഉണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ 0.5 എന്ന് പറഞ്ഞത് ഈ എക്സ് ആണ്. അപ്പോൾ ഇവിടെയും എക്സ് എന്ന് പറയുന്നത് 0.5 ആണ്, ഇവിടെയും 0.5 ആണ് അല്ലേ. എക്സ് സെയിം ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാൻ നമുക്കറിയാം 4x അല്ലേ. അപ്പോൾ ഇവിടെ 4 × 0.5 എത്ര വന്നു? 4 × 5 20. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട് ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം. അപ്പോൾ 2 മീറ്റർ ആണ് ഇതിന് വേണ്ട, സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ട ആ ഒരു ലെങ്ത്, വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ കേസിൽ എന്തായിരിക്കും? 3x ആയിരിക്കും. അപ്പോൾ 3 × 0.5 അപ്പോൾ എത്ര വരും? 3 × 5 15, അതായത് 1.5 മീറ്റർ. ആ വലിയ വയറ് മുറിച്ചിട്ട് ഒന്ന് സ്ക്വയർ ഉണ്ടാക്കാൻ നിർമ്മിച്ചത് 2 മീറ്റർ വെച്ചിട്ടാണ് സ്ക്വയർ ഉണ്ടാക്കാൻ നിർമ്മിച്ചത്. അടുത്ത വയർ കട്ട് ചെയ്തത് 1.5 മീറ്ററിലാണ്. വയർ കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഉണ്ടാക്കി, പെരിമീറ്റർ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ ഉള്ള ഫോർമുല വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കാം. ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണത്തെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ്. 4 പേര് പെൺകുട്ടികൾ കൂടുതലാണ്. On a day when only 8 boys were absent, the number of girls was twice the number of the boys. അതായത് ഒരു ദിവസം 8 ആൺകുട്ടികൾ ആ ക്ലാസ്സിൽ മുടങ്ങി. ആ ദിവസത്തിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളേക്കാൾ ഡബിൾ ആണ്. ഇപ്പോൾ ആ ദിവസം 8 പേര് ആബ്സെൻ്റ് ആയ ദിവസം ഇപ്പോൾ പെൺകുട്ടികൾ അസ്യൂം ചെയ്യാണ് ബോയ്സിൻ്റെ എണ്ണം 2 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 4 ആയിരിക്കും. അങ്ങനെയാണ് ആ ആബ്സെൻ്റ് ആയ ദിവസത്തെ കണക്ക്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് നമുക്കറിയില്ല, നമ്മളതിനെ എക്സ് എന്നെടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 4 പേര് കൂടുതലായതുകൊണ്ട് x+4. ബോയ്സിൻ്റെ എണ്ണത്തിന് എക്സ് എടുത്തു, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് x+4. ഇനി ആബ്സെൻ്റ് ആയ ഒരു ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് ബോയ്സ് 8 പേര് ആ ക്ലാസ്സിൽ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ x-8. ഇനി ആ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് ബോയ്സിൻ്റെ എണ്ണത്തെക്കാളും ഇരട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് x+4 ആയിട്ട് നമ്മൾ എടുക്കണം. x+4 എന്ന് പറഞ്ഞത് വാസ് എന്ന് പറയുമ്പോൾ 2x the number of boys. കണ്ട, ഈ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേൾസ് വാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഗേൾസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞത് ആബ്സെൻ്റ് ആയ ദിവസത്തിൻ്റെ കണക്കനുസരിച്ച് ബോയ്സിനേക്കാൾ 2 ഇരട്ടിയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മൾ. ഇനി നമ്മൾ സാധാരണ പോലെ ചെയ്യാം. അതായത് x+4 ഈസ് ഈക്വൽ ടു 2 × x എത്രയാണ്? 2x × 2 × 8 എത്രയാണ്? -16. ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. ഓരോന്നിനും ബ്രാക്കറ്റിലേക്ക് ഇൻറ്റു ചെയ്യണം. 2 × x -2 × 8 16. ഇനി x+4 ഈസ് ഈക്വൽ ടു 2x - 16. ഇനി ഇതിനെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി, എക്സിന് മൈനസ് വരാത്ത രീതിയിൽ. അപ്പോൾ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. 4 + 16, ഈ 16 -16 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, എക്സിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ -x ആയി. ഈ -16 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ 4 ഓൾറെഡി ഉണ്ട്, 16 ഇട്ടു, 2x - 6. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 20 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം അതായത് 20 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 + 4 ആയിരിക്കും, അതായത് 24. അങ്ങനെയാണ് ഇവിടെ നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും കൂട്ടുന്നത്. നന്നായി ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിച്ചേർത്താൽ നമുക്ക് 1/3 കിട്ടും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 കിട്ടും. അങ്ങനെയെങ്കിൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് x/y എന്ന് അതിനെ അസ്യൂം ചെയ്യാം. x ന്യൂമറേറ്ററിലും y ഡിനോമിനേറ്ററിലും. ഫസ്റ്റ് എന്താണ് പറയുന്നത്? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ ബിക്കം 1/3. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് y. അപ്പോൾ എക്സിനോട് 1 കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 കിട്ടും. അങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ ഈ 3നെ ഈക്വലിൻ്റെ ഈ 3 ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇൻറ്റു ആവും ഇപ്പുറത്തേക്ക് പോകുമ്പോൾ. 3 ×
എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വൈ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനും ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 3 ഈസ് ഈക്വൽ ടു വൈ. ഇവിടെ വെച്ച് നിർത്താം. ഇതൊരു ഇക്വേഷനായിട്ട് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 അത് കിട്ടി. ഇനി അടുത്ത നോക്കിയേ, 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. ഇനി അടുത്തത് ഡിനോമിനേറ്ററോടാണ് 1 ആഡ് ചെയ്തത്. എക്സ് ബൈ ഇതിന് ഡിനോമിനേറ്റർ കൊടുത്തേക്കുന്നത് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/4. ഇതേപോലെ തന്നെ 4 ഇൻറ്റു എക്സ് 4 ഇങ്ങോട്ട് കൊണ്ടു ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. ഇവിടെ വരെ നിന്നു, സ്ട്രക്കായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വൈനെ നമ്മളിവിടെ ഓൾറെഡി വൈയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈ ഈസ് ഈക്വൽ ടു 3x + 3 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വൈന് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4x ഈസ് ഈക്വൽ ടു വൈയുടെ അവിടെ 3x + 3 + 1. 4x ഈസ് ഈക്വൽ ടു 3x + 3 + 1 എത്രയാണ്? 4. ഇനി 3xന് ഇങ്ങോട്ട് കൊണ്ടുവരാം. 4x - 3x ഈസ് ഈക്വൽ ടു 4. 4x - 3x എന്താണ്? എക്സ് അഥവാ 1x എന്നിട്ടാലും കുഴപ്പമില്ല. എക്സ് എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടി. കണ്ട, ഒരു വേരിയബിളും നമുക്ക് കിട്ടി. അടുത്തത് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. 3x + 3 ഈസ് ഈക്വൽ ടു y. ഈ ഒരു ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 3x + 3 ഈസ് ഈക്വൽ ടു y എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 ഇട്ട് കൊടുത്തു. 3 ഇൻറ്റു 4 + 3 ഈസ് ഈക്വൽ ടു y. 3 ഇൻറ്റു 4 12. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഇൻറ്റു ചെയ്തതിന് ശേഷം മാത്രമേ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. +3 ഈസ് ഈക്വൽ ടു y. അതായത് 15 ഈസ് ഈക്വൽ ടു y. അപ്പോൾ x/y എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് 4/15 ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.